Hello dear children. In the last class we have studied about how did the English East India Company, the company rule affected the workers engaged in traditional occupations in India and how they exploit the farmers. And today we are going to learn about the exploitations by the company towards the tribals. ട്രൈബൽസിനെ എങ്ങനെയാണ് അവരുടെ ചൂഷണം ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, against the tribals, the intrusion of the company was not limited to the agricultural sector. They framed several laws to exploit the forest resources. These laws gave the company absolute control over the forest. This disturbed the collection of forest products and adversely affected the tribals' traditional farming. സോ ട്രൈബൽസ് എന്ന് പറയുന്ന ഗോത്രജനത ഇംഗ്ലീഷ് കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല അവരൊതുങ്ങി നിന്നത്. അവരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ്, അതായത് വനസമ്പത്ത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേ ഫ്രെയിം സെവറൽ ലോസ്, ഒരുപാട് നിയമങ്ങൾ അവർ ആവിഷ്കരിക്കുകയുണ്ടായി. ആൻഡ് ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിൽ ആവുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പൂർണ്ണ അധികാരത്തിലുള്ള ഫോറസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലോസ് അവർ ആവിഷ്കരിക്കുകയുണ്ടായി. അത് അങ്ങനെ വന്നപ്പോൾ these laws disturb the collection of forest products and adversely affect the tribals' traditional farming. അത് ഗോത്രജനതയെ, വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് വളരെ പ്രതികൂലമായിട്ട് അഡ്വേഴ്സായിട്ട് തന്നെ അത് ബാധിക്കുകയുണ്ടായി. അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണം, പരമ്പരാഗത കൃഷിരീതികളും എല്ലാം തന്നെ തടസ്സപ്പെട്ടു. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these regions. These measures intensified the miseries of the tribals. അപ്പോൾ ഗോത്രജനതയുടെ ആവാസ മേഖലയിൽ ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. മിനറൽ ഡെപ്പോസിറ്റ് ധാതു നിക്ഷേപങ്ങൾ അതുകൊണ്ട് സമ്പന്നമായിരുന്നു. അപ്പോൾ ഈ ധാതുക്കൾ അല്ലെങ്കിൽ ഈ മിനറൽ ഡെപ്പോസിറ്റിനെ ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനായിട്ട് അവരവിടെ റോഡ്, റെയിൽവേ ഒക്കെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി, അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുകയുണ്ടായി. റോഡ്സും റെയിൽവേസും ഒക്കെ ആ ഭാഗങ്ങളിൽ, ആ റീജിയൻസിൽ അവർ കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് ഇത് ഗോത്രജനതയുടെ ജീവിതം വളരെ ദുസ്സഹമാക്കുകയാണ് ഉണ്ടായത്. Here we can see about the beginning of railways in India. The Indian Railway was launched on 16th April 1853. The first train from Bombay to Thane was flagged off at 3:35 p.m. on that day. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 16, 1853. അത് മുംബൈയിൽ നിന്നും താനയിലേക്കായിരുന്നു. അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് അന്നേ ദിവസം 3:35 വൈകുന്നേരത്തായിരുന്നു. ദ ട്രെയിൻ ഹാഡ് 14 coaches that carried 400 passengers. അപ്പോൾ ആ ട്രെയിനിൽ ഏകദേശം 400 പാസഞ്ചേഴ്സിനോളം ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 14 കോച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. On March 1861, the first train in Kerala ran from Tirur to Beypore. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് 1861 അത് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കായിരുന്നു. Then, how did the forest laws imposed by the company adversely affect the tribals' life? എങ്ങനെയാണ് കമ്പനിയുടെ വന നിയമങ്ങൾ, ഫോറസ്റ്റ് ലോസ് ഈ ട്രൈബൽ പീപ്പിൾസ് അല്ലെങ്കിൽ ഗോത്ര ജനതയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളതാണ്. The British framed the forest laws with the objective of exploit the forest resources. അവരുടെ പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വനവിഭവ ശേഖരണം അല്ലെങ്കിൽ വിഭവങ്ങളെ, ഫോറസ്റ്റ് റിസോഴ്സസിനെ എല്ലാം ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ലോസ് അഡോപ്റ്റ് ചെയ്തത്. ഇനി അത് എങ്ങനെയാണ് ഗോത്ര വിഭാഗങ്ങളെ അത് അഫക്റ്റ് ചെയ്തത്? അണ്ടർലൈൻ, the company framed several laws to exploit the forest resources, and these laws gave the company absolute rule over the forest, and this disturbed the collection of forest products. And also underline all these lines. And the tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these region, and these measures intensified the miseries of tribals. So upon how did the forest laws imposed by the company adversely affect the tribal എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ എഴുതാം. The framed several laws
So underline all these lines. Okay, and now moving to the next topic, against the weavers. നെയ്ത്തുകാർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു. You know that the cotton cultivation became widespread in India during the company rule. However, the handloom industry in India declined. Let us examine the reasons. So the handloom industry, അതായത് കൈത്തറി നിർമ്മാണ മേഖല എങ്ങനെയാണ് ഡിക്ലീൻ, എങ്ങനെയാണ് അത് തകർന്നു പോയത്, ഡിക്ലൈൻ ചെയ്ത് അല്ലെങ്കിൽ അഥവാ തകർന്നു പോയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോട്ടൺ കൾട്ടിവേഷൻ ആ സമയത്ത് വളരെ വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, കൈത്തറി മേഖല വളരെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോയുണ്ടായി. അതിനുള്ള റീസൺസ്. സോ വാട്ട് ആർ ദ റീസൺസ് that led to the decline of the handloom industry? The reasons for the decline of handloom industry in India. First one, the large scale export of cotton, the raw material of handloom industry, to Britain. First ആദ്യം തന്നെ പറയുന്നത് the raw material of handloom industry എന്ന് പറയുന്ന കോട്ടൺ ആയിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പരുത്തി എന്ന് പറയുന്ന അസംസ്കൃത വസ്തു, അത് ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഒരുപാട് ബ്രിട്ടീഷിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് ഒരുപാടായിട്ട് വൻതോതിൽ അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എക്സ്പോർട്ട് ചെയ്യുക മീൻസ് കയറ്റി അയക്കുക. വൻതോതിൽ ഇവിടുന്നുള്ള കോട്ടണൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി. ആൻഡ് ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടീഷ് ഫാക്ടറീസ്. അതിനുശേഷം ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഫാക്ടറീസിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വില കുറഞ്ഞ തുണിത്തരങ്ങൾ, ക്ലോത്ത് മെറ്റീരിയൽസ് ഒക്കെ വൻതോതിൽ തന്നെ ലാർജ് സ്കെയിലിൽ അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഇമ്പോർട്ട് ചെയ്യുക മീൻസ് ഇറക്കുമതി ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്ന കോട്ടൺ, നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടണൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും അതേസമയം അവിടെ നിന്നുള്ള ചീപ്പർ ക്വാളിറ്റീസിലുള്ള ടെക്സ്റ്റൈൽസ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ക്ലോത്ത്സ് ഒക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുണ്ടായി. അതോടൊപ്പം എക്സസീവ് ടാക്സ് വെർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്കൊക്കെ തുണിത്തരങ്ങൾക്കൊക്കെ ഉയർന്ന നികുതി അവർ ചുമത്താൻ തുടങ്ങി. എക്സസീവ് ടാക്സ് വെർ ലെവീഡ്, ഉയർന്ന നികുതി തന്നെ അവർ അതിലേക്ക് ചുമത്താൻ തുടങ്ങി. ആൻഡ് ദീസ് ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരുപാട് കൈത്തറി മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും they become jobless. So these are the reasons that led to the decline of the handloom industry in India. First one, the large scale export. Underline all these. Write down the question. What are the reasons for the decline of handloom industry in India? First one, the large scale export of cotton, the raw material of handloom industry, to Britain. The large scale import of cheaper textile manufactured in the British factories. Then excessive tax were levied on clothes made in India. So these were the reasons behind the decline of handloom industry in India. Then now the uprisings, അതായത് കലാപങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് എല്ലാം തന്നെ പലതരത്തിലുള്ള കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. You have identified the major occupational groups who lost their livelihood as a result of company rule. അപ്പോൾ കമ്പനിയുടെ റൂൾ കാരണം, ഇത്തരത്തിൽ കമ്പനി അഡോപ്റ്റ് ചെയ്ത റൂൾസ് ആൻഡ് ലോസ് കാരണം ഒരുപാട് പേരുടെ ജീവിതമാർഗം എങ്ങനെയൊക്കെയാണ് അത് ബുദ്ധിമുട്ടിലായത് എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. These people started rebellions against the company and the zamindars, the middlemen of the company. zamindars, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, ആ പീപ്പിൾസ് എല്ലാം തന്നെ കമ്പനിക്കെതിരെയും zamindars who were the middlemen of the company, and also we have seen that they were the person that assigned to collect the ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ, അതായത് സെമീന്ദാർസ്. അപ്പോൾ സെമീന്ദാർസിനെതിരെയും കമ്പനിക്കെതിരെയും അവർ പല റെബലിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അവർ കലാപങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ദോ നോട്ട് വെൽ ഓർഗനൈസ്ഡ്, ദ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദ കമ്പനി ബിക്കം കോമൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കമ്പനി. പെസൻസ് റിവോൾട്ട് started at the very beginning of the company rule. It is evident in the Sannyasi and Fakir rebellions that occurred in the end of 18th century. സോ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പ് അല്ലെന്നുണ്ടെങ്കിൽ റെബലിയൻസ് ഉണ്ടായി. കമ്പനിയുടെ ഭരണം സ്ഥാപിതമായപ്പോൾ അതിൻ്റെ കൂടെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18ാം നൂറ്റാണ്ടിൽ 18th സെഞ്ചുറിയിലെ ഉണ്ടായ ബംഗാളിൽ നടന്ന സന്യാസി കലാപം അല്ലെന്നുണ്ടെങ്കിൽ ഫക്കീർ കലാപവും എന്ന് പറയുന്നത്. സന്യാസി ആൻഡ് ഫക്കീർ റെബലിയൻസ്. And in 19th century, several rebellions broke out in Malabar. മലബാറിലും ഇവയെ തരത്തിലുള്ള റെബലിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ റിവോൾട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ കലാപങ്ങൾ 19ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഇറ്റ് വാസ് ലെഡ് ബൈ ദ മാപ്പിള ടെനൻസ് ആൻഡ് ആർ നോൺ ആസ് മാപ്പിള റെബലിയൻസ്.
So what are called Mapla rebellions? In the 19th, underline these, in the 19th century, several rebellions broke out in Malabar, and it was led by the Mapla tenants and are known as Mapla rebellions. And also similar uprisings burst out in Bengal and were known as ഫറാസി റബല്യൻസ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ബംഗാളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അവയെ ഫറാസി റബല്യൻസും എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മലബാറിലുണ്ടായ മാപ്പിള ടെനൻസ് അല്ലെന്നുണ്ടെങ്കിൽ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാർ ലീഡ് ചെയ്ത റബലിയൻസ്, അത് മാപ്പിള റബലിയൻസ് എന്നും അതേസമയം ബംഗാളിൽ നടന്ന റബലിയൻസ് അതിൽ ഫറാസി റബലിയൻസ് എന്നും അറിയപ്പെടുന്നു. Besides the peasants, the tribals also rose in revolt against the company. കർഷകരെ കൂടാതെ പെസൻസിനെ കൂടാതെ ട്രൈബൽസും ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ റിവോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ കലാപത്തിൽ ഏർപ്പെട്ടു. ഇത്തരത്തിലുള്ള ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റെബലിയൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ റെബലിയൻസ് ആണ് ദ ഹിൽസ് ഇൻ മറാത്ത, the Kolis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmal Hills and the Kurchers in Wayanad. അപ്പോൾ മറാത്തയിലെ ഹിൽസ് എന്ന ട്രൈബൽ ഗ്രൂപ്പ്, അതുപോലെ അഹമ്മദ്നഗറിലെ കോലീസ്, ചോട്ടാ നാഗ്പൂരിലെ കോൾസ്, രാജ്മഹൽ ഹിൽസിലെ സന്താൾസ്, അതുപോലെ വയനാട്ടിൽ നിന്നുള്ള കുർച്ചിയർ. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗക്കാർ, ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് എല്ലാം തന്നെ കമ്പനിക്കെതിരെ റിവോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്തു.